വിജിൻ വായന്തോട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായിരുന്നു. വിജിൻ, അല്പം മുമ്പ് പി സന്തോഷ് കുമാർ മീഡിയ വണ്ണോട് പറഞ്ഞത് യഥാർത്ഥത്തിൽ CPIയുടെ ആ പ്രതിഷേധം അദ്ദേഹത്തിന്റെ വായിലൂടെ പുറത്തു വന്നതാണ്. CPI ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടിയുണ്ടായ ഘട്ടം മുതൽ തന്നെ ഇതേ നിലപാടാണ് സ്വീകരിച്ചത്. അത് കുറച്ചുകൂടി കടുപ്പിച്ച് സന്തോഷ് കുമാറും ഒപ്പം തന്നെ ഇന്നലെ CPI എക്സിക്യൂട്ടീവിൻ്റെതായി വന്ന പത്രക്കുറിപ്പും ഒക്കെ അതുതന്നെയാണ് പറയുന്നത്. ഇതിൽ പ്രധാനമായും കാണേണ്ടത് CPM ഇക്കാര്യത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു വിഷയമേ ആയിട്ടില്ല. അങ്ങനെ വിഷയമായിരുന്നെങ്കിൽ പന്തളത്തുൾപ്പെടെ BJP ഭരണം അവസാനിപ്പിച്ച് LDFന് ഭരണം പിടിക്കാൻ കഴിയുമായിരുന്നില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ആയിട്ടില്ല എന്ന് പറയാനുള്ള ന്യായീകരണം ഈ പന്തളത്തെയും ഒപ്പം തന്നെ സമീപ പഞ്ചായത്തുകളിലെയും വിജയമാണ് CPM ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ CPI ആ നിലപാടിലല്ല. നിലവിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുയർന്ന ഈ വലിയ വിവാദങ്ങൾ, ആ വിവാദം അത് എതിർ രാഷ്ട്രീയ കക്ഷിക്ക് ഉപയോഗപ്രദമായിട്ടുണ്ട് എന്നുള്ള നിലപാടാണ് CPI നിലവിൽ സ്വീകരിച്ചിട്ടുള്ളത്. വിശദമായ പരിശോധനയിലേക്ക് അവരും കടക്കുകയാണ്. അവരുടെ പ്രാഥമികമായ വിലയിരുത്തൽ അതുതന്നെയാണ്. ഒപ്പം തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുണ്ടായ ആശങ്ക അത് പരിഹരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു പരിശോധന കൂടി നടത്തണം എന്നുള്ളതാണ്. അതിന് അർത്ഥം ഈ വെള്ളാപ്പള്ളി നടേശന്റെ ഉൾപ്പെടെയുള്ള നിരന്തര പ്രസ്താവനകളുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം ജില്ലയ്ക്കും ഒപ്പം തന്നെ മുസ്ലിം ന്യൂനപക്ഷത്തിനുമൊക്കെ എതിരായി വലിയ തരത്തിലുള്ള ഒരു പരാമർശങ്ങളും നിരന്തരമായി നടത്തിയ ഘട്ടത്തിൽ പോലും അത് തള്ളിപ്പറയാൻ CPMO LDFോ ആ ഘട്ടത്തിൽ തയ്യാറായിട്ടില്ല. അങ്ങനെയുള്ള ഒരു വിഷയങ്ങൾ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിട്ടുണ്ട് എന്നതാണ്. ന്യൂനപക്ഷങ്ങൾ അകന്നു പോകാനുള്ള പ്രധാന കാരണം ഭൂരിപക്ഷ ഒരു പക്ഷമായി അടുക്കുന്നു LDF എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കാനാണ്. അതാണ് വെള്ളാപ്പള്ളി ഉൾപ്പെടെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചത്. ഒപ്പം തന്നെ കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉൾപ്പെടെ NSSന്റെ ഒരു മൗനമുണ്ട്. അത് സർക്കാരുമായി NSS അടുത്തതിന്റെ സൂചനയാണ്. അങ്ങനെയുള്ള തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ ഉൾപ്പെടെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ നടന്നിട്ടുണ്ട്. അതാണ് ന്യൂനപക്ഷ വോട്ടുകൾ കുറയാനുള്ള കാരണം എന്നുള്ള വിലയിരുത്തലാണ് CPI എന്തായാലും നിലവിൽ നടത്തിയിരിക്കുന്നത്. ഈ LDF യോഗം കഴിഞ്ഞും CPI അതേ നിലപാട് സ്വീകരിക്കുന്നു. ഇന്നിപ്പോൾ സന്തോഷ് കുമാർ കുറച്ചുകൂടി കടുത്ത നിലപാടിൽ അത് വ്യക്തത വരുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതിന് അർത്ഥം ഇക്കാര്യത്തിൽ CPMഉം CPIയും തമ്മിൽ തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തുന്നതിൽ ഒരു ഭിന്നാഭിപ്രായം ഉണ്ട് എന്നത് തന്നെയാണ്. CPM പറയുന്നത് അത് ഒരു തിരിച്ചടിയല്ല തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോഴും സർക്കാർ ഇത്തരത്തിൽ ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെ മുന്നോട്ട് വെക്കുകയും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തന്നെ ആ ക്ഷേമ പദ്ധതികൾ കൂടുതൽ തുക അനുവദിക്കുകയും പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടും ഇങ്ങനെയൊരു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി അത് എന്തിന്റെ ഭാഗമായി ഉണ്ടായതാണ് എന്ന് കൃത്യമായി വിലയിരുത്താൻ CPM തയ്യാറായിട്ടില്ല. എന്താണ് ഈ തിരിച്ചടിക്ക് കാരണമെന്ന കാര്യത്തിൽ ഒരു പരസ്യമായി പറയാനുള്ള ഒരു തീരുമാനത്തിലേക്ക് CPM എന്തായാലും എത്തിയിട്ടില്ല. പക്ഷേ CPI അതിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ നടന്ന LDF യോഗത്തിൽ ഇക്കാര്യത്തിൽ ഒരു ചർച്ചയാകാമെന്നുള്ള വിഷയം മുന്നോട്ട് വന്നപ്പോൾ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് പാർട്ടികൾ വിശദമായി ചർച്ച ചെയ്യട്ടെ, പാർട്ടികൾ ഒരു തീരുമാനത്തിലേക്ക് വിലയിരുത്തലുകളിലേക്ക് എത്തിയ ശേഷം LDF ഇക്കാര്യത്തിൽ ആഴത്തുള്ള ഒരു പരിശോധന നടത്തുന്നതായിരിക്കും നന്നാവുക. CPM സംസ്ഥാന കമ്മിറ്റി യോഗവും ഒപ്പം തന്നെ സെക്രട്ടേറിയറ്റ് യോഗവും എല്ലാം 26, 27, 28 ദിവസങ്ങളിൽ ചേരുന്നുണ്ട്. CPMഉം അത്തരത്തിലുള്ളൊരു വിലയിരുത്തൽ ആഴത്തിൽ തന്നെ നടത്തും. അതിനുശേഷം പാർട്ടികൾ എല്ലാം എടുക്കുന്ന തീരുമാനങ്ങളും വിലയിരുത്തലുകളും ഒക്കെ ക്രോഡീകരിച്ചൊരു തീരുമാനത്തിലേക്ക് എത്താം എന്നുള്ളതാണ് CPM ഇന്നലെ LDF യോഗത്തെ അറിയിച്ചത്, മുഖ്യമന്ത്രി അറിയിച്ചത്. അതേ നിലപാടാണ് പിന്നീട് TP രാമകൃഷ്ണൻ LDF കൺവീനർ വ്യക്തമാക്കുകയും ചെയ്തത്. പക്ഷേ അതിനുശേഷമാണ് CPIയുടെ ഭാഗത്തുനിന്നുള്ള അവരുടെ വിലയിരുത്തലായിട്ടുള്ള ന്യൂനപക്ഷ വോട്ടിൽ വിള്ളലുണ്ടായതും ഒപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു പ്രധാന തിരിച്ചടി വിഷയമായി മാറുകയും ചെയ്തിട്ടുണ്ട് എന്ന വിലയിരുത്തൽ വാർത്താക്കുറിപ്പൊക്കെ പുറത്തിറങ്ങുന്നത്. അതിനർത്ഥം ആദ്യഘട്ടത്തിൽ മുതൽ തന്നെ നിലനിൽക്കുന്ന ഈ CPI CPM ഭിന്നത ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട